ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാ കേക്കുകൾക്കും ബേസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന വാനില സ്പഞ്ച് കേക്കാണ്. വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഇത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരം എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതാ ഈ ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് ലൈൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഓയിലൊന്ന് അപ്ലൈ ചെയ്യാം. സൈഡിൽ കൂടെയും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇത് റിഫൈൻഡ് ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഓയിൽ എടുത്താൽ മതി. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ബട്ടർ പേപ്പറിലേക്ക് കുറച്ച് മൈദ തൂവിയിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ട്രേയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ചരുവോ അല്ലെങ്കിൽ കുക്കറോ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇനി അടുത്തത് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിൽ നിന്നും തുടങ്ങി ഹൈ സ്പീഡിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഇതിൻ്റെ ഈ മഞ്ഞ കളറൊക്കെ മാറി ഒരു ഓഫ് വൈറ്റ് കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കോടിയായിട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ലോ സ്പീഡിലിട്ടിട്ട് നമുക്ക് ഈ ഒരു 1/2 കപ്പ് റിഫൈൻഡ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ അരിച്ചു വെച്ച ഒരു ഫ്ലോർ മിക്സ് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഗ്രീസ് ചെയ്ത് വെച്ച ആ ഒരു കേക്ക് ടിന്നിലിട്ട് ഒഴിച്ചു കൊടുക്കാം. റിബൺ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു 10-15 പ്രാവശ്യമെങ്കിലും കാണിക്കണം കേട്ടോ. ഇതുപോലെ ഒരു ചരുവത്തിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതാണ്. അതായത് ഒരു ലോ ഫ്ലെയിമിലിട്ട് വച്ചേക്കുമായിരുന്നു. ഇനി ഇതിലേക്ക് ഈ ഒരു പാത്രം നമുക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഒരു 25-30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കണം. ഇനി ഒട്ടും എയർ പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കല്ലും കൂടെ വച്ചു കൊടുക്കാം. അപ്പോൾ ഇതെന്തായെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല ക്ലീനാണ്. അതുപോലെ സൈഡിൻ്റെ ഒക്കെ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ ഈ ചൂട് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, ഈ പുറത്തൊക്കെ കുറച്ച് ക്രംസ് ഉണ്ടായി വരും. അപ്പോൾ അതിനേക്കാളും ഭേദം നേരത്തെ തന്നെ എടുത്ത് ഒരു വയറാക്കിലിട്ട് വയ്ക്കാം. എന്നിട്ട് ഇത് ബേക്കിംഗ് ടിന്നിൽ നിന്ന് മാറ്റണത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാറ്റി കൊട്ടിയിട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വയറാക്കിലിട്ട് നമുക്ക് ആദ്യം തന്നെ എടുത്ത് മാറ്റാം. ഈ സെയിം മെത്തേഡിൽ തന്നെ കുക്കറിലും ചെയ്തെടുക്കാം. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ വിസിലും വാഷറും എടുത്ത് മാറ്റിയിട്ട് വേണം കുക്കർ അടയ്ക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വയറാക്കിലിട്ട് കൊട്ടിയിടാം കേട്ടോ.
ഈ മേളിലുള്ള ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചായയുടെ ഒക്കെ കൂട്ടത്തിൽ വൈകുന്നേരം കഴിക്കാനായിട്ടാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് 1 കിലോയുടെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, കട്ട് ചെയ്തെടുത്തപ്പോൾ കണ്ടോ ഇങ്ങനെ വരും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.